പശ്ചിമേഷ്യ വീണ്ടും ഒരു യുദ്ധത്തിന്റെ നിഴലിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ ലോകരാജ്യങ്ങളെല്ലാം ഇപ്പോൾ അതീവ ആശങ്കയോടെ ഉറ്റുനോക്കുന്നത് ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിലേക്കാണ്. വൻശക്തികളായ അമേരിക്കയും ഇറാനും തമ്മിലുള്ള സൈനിക നീക്കങ്ങളും പ്രത്യാക്രമണങ്ങളും പശ്ചിമേഷ്യയെ കലുഷിതമാക്കുമ്പോൾ അവിടെ അത്യന്തം നിർണായകമായ ഒരു നീക്കവുമായി രംഗപ്രവേശം ചെയ്തിരിക്കുകയാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. റഷ്യയുടെ പക്കലുള്ള ഏറ്റവും വിനാശകാരിയും തന്ത്രപ്രധാനവുമായ ലോകാവസാന വിമാനം അഥവാ ഡൂംസ്ഡേ പ്ലെയിൻ എന്ന് വിളിക്കപ്പെടുന്ന ടൂപോളവ് Tu-214PU കമാൻഡ് വിമാനം ഇപ്പോൾ ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിൽ ലാൻഡ് ചെയ്തിരിക്കുന്നു. എന്താണ് ഈ വിമാനത്തിന്റെ പ്രത്യേകത? എന്തുകൊണ്ട് ഈ നിർണായക സമയത്ത് റഷ്യ ഇത് ഇറാനിലേക്ക് അയച്ചു എന്ന് നോക്കാം. മോസ്കോയിൽ നിന്ന് നേരിട്ട് പറന്നുയർന്ന ഈ വിമാനം ടെഹ്റാൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്യുമ്പോൾ ആഗോള രഹസ്യാന്വേഷണ ഏജൻസികളെല്ലാം ഞെട്ടലിലായിരുന്നു. RA64530 എന്ന രജിസ്ട്രേഷൻ നമ്പറുള്ള ഈ വിമാനം സാധാരണക്കാരായ VIP-കൾക്ക് സഞ്ചരിക്കാനുള്ള ഒന്നല്ല. ഇതൊരു പറക്കും കമാൻഡ് പോസ്റ്റാണ്. ഒരു രാജ്യത്ത് യുദ്ധമുണ്ടായാൽ അല്ലെങ്കിൽ ഭൂമിയിലുള്ള എല്ലാ സൈനിക കമാൻഡ് ഓഫീസുകളും തകർക്കപ്പെട്ടാൽ പോലും ആകാശത്തിലിരുന്നു തന്നെ യുദ്ധം നിയന്ത്രിക്കാൻ ശേഷിയുള്ള അത്യാധുനിക സംവിധാനമാണ് ഈ വിമാനത്തിലുള്ളത്. എന്തുകൊണ്ടാണ് ഈ വിമാനം ഇത്രമേൽ ഭയപ്പെടുത്തുന്ന ഒന്നായി മാറിയത്? ടൂപോളവ് Tu-214PUവിന്റെ ചില സാങ്കേതിക വശങ്ങളെക്കുറിച്ച് നോക്കാം. ആണവ യുദ്ധത്തെ പ്രതിരോധിക്കാനുള്ള ശേഷി, അതായത് ഒരു ആണവ യുദ്ധം ഉണ്ടായാൽ ഉണ്ടാകുന്ന അതിശക്തമായ റേഡിയേഷനുകളെയും വൈദ്യുതകാന്ത തരംഗങ്ങളെയും പ്രതിരോധിച്ച് ഉള്ളിലുള്ളവർക്ക് പൂർണ്ണ സുരക്ഷിതത്വം നൽകാൻ ഇതിന്റെ നിർമ്മിതിക്ക് സാധിക്കും. കൂടാതെ ഭൂമിയിലെ എല്ലാ ആശയവിനിമയ സംവിധാനങ്ങളും തകർന്നാലും റഷ്യയുടെ തന്ത്രപ്രധാനമായ ആണവ അന്തർവാഹിനികളുമായും സൈനിക കേന്ദ്രങ്ങളുമായും നിരന്തരം ബന്ധപ്പെടാൻ ഇതിലെ സാറ്റലൈറ്റ് സംവിധാനങ്ങൾക്ക് കഴിയും. റഷ്യയുടെ കൈവശം 2 എണ്ണം മാത്രം. ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തികളിലൊന്നായ റഷ്യയുടെ പ്രതിരോധ മന്ത്രാലയത്തിന്റെ പക്കൽ ഇത്തരത്തിലുള്ള വെറും 2 വിമാനങ്ങൾ മാത്രമാണ്. അതിലൊന്നാണ് ഇപ്പോൾ റഷ്യ ഇറാനിലേക്ക് അയച്ചിരിക്കുന്നത് എന്നോർക്കണം.